ആസിഫ് അലിയുടെ പ്രതികരണം നമ്മൾ കണ്ടു കഴിഞ്ഞു. വിവാദമൊക്കെ അവസാനിപ്പിക്കണമെന്നാണ് ആസിഫ് അലി പറയുന്നത്. പുതിയ സിനിമയായ ലെവൽ ക്രോസിന്റെ പ്രചാരണത്തിനായി വന്നപ്പോഴാണ് ആസിഫ് അലി എറണാകുളം സെയിന്റ് ആൽബർട്ട്സ് കോളേജിൽ വെച്ച് ഈ പ്രതികരണം നടത്തിയത്. രമേശ് നാരായണനുമായുള്ള വിവാദങ്ങൾക്കിടെ ആസിഫ് എത്തുന്ന ആദ്യത്തെ പൊതുവേദിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കോളേജിലേക്ക് എല്ലാ ക്യാമറകളും എത്തുകയും ചെയ്തിരുന്നു. അലമീൻ തോട്ടുമുക്ക നമുക്കൊപ്പം ചേരുന്നു. കൊച്ചിയിൽ നിന്ന് അലമീൻ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രശ്നവും ഇരുവരും പരസ്പരം സംസാരിച്ചു കഴിഞ്ഞുവെന്നാണ് ആസിഫ് അലി തന്നെ പറയുന്നത്. രമേശ് നാരായണനുമായി സംസാരിച്ചു. അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിലൂടെ ആവർത്തിച്ച് ഇന്നലെ മാപ്പ് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴുണ്ടായ സംഭവം, അത് ആസിഫിനുണ്ടാക്കിയിട്ടുള്ള വിഷമം, അത് പൂർണ്ണമായും രമേശ് നാരായണൻ തിരിച്ചറിഞ്ഞു എന്നാണോ ആസിഫ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്? ഈ വിവാദം ഇവിടെ അവസാനിക്കുകയല്ലേ അലമീൻ? അങ്ങനെ അതിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആസിഫ് അലി തന്നെ നേരിട്ട് വന്ന് അത്തരം ഒരു പ്രതികരണം നടത്തുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ദിവസമൊക്കെ സുഖമില്ലാതെ ഫോൺ ഓഫായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച കണ്ടപ്പോഴാണ് വിവാദം ശ്രദ്ധയിൽപ്പെട്ടത്. അടഞ്ഞ അധ്യായമാണോ എന്ന ചോദ്യത്തിന് ആസിഫ് അലി പറഞ്ഞത് തുറന്ന അധ്യായമല്ലേ അടയ്ക്കേണ്ടത്, ഞാനത് തുറന്നിട്ട് പോലുമില്ല, തനിക്കതൊരു പ്രശ്നമേ അല്ല. പക്ഷേ ഏതോ ഒരു സാഹചര്യത്തിൽ, ഏതോ ഒരു മറ്റു ചില പിരിമുറുക്കങ്ങളുടെ സന്ദർഭത്തിൽ ഒരു പക്ഷേ രമേശ് നാരായണൻ അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടാകാം. തനിക്കതിൽ വിഷമമോ പരിഭവമോ ഇല്ല എന്ന് മാത്രമല്ല, തന്നെ ബോധപൂർവം അപമാനിക്കുന്നതിന് രമേശ് നാരായണൻ അത്തരമൊരു പ്രതികരണം നടത്തില്ല. അങ്ങനെ ചെയ്യുന്നയാളുമല്ല രമേശ് നാരായണൻ എന്നുള്ള പ്രതികരണമാണ് ആസിഫ് അലി നടത്തിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇന്ന് ആസിഫ് അലിയെ ഫോണിൽ വിളിച്ച് രമേശ് നാരായണൻ നേരിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ സംസാരിക്കുമ്പോൾ തന്നെ ശബ്ദം ഇടർന്നുണ്ടായിരുന്നുവെന്നും ആസിഫ് അലി പറയുകയാണ്. അദ്ദേഹത്തെ പോലെ മുതിർന്ന ഒരു കലാകാരൻ തന്നോട് മാപ്പ് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് വിഷമകരമാണെന്ന് കൂടി ആസിഫ് അലി പറയുകയും ചെയ്തു. തന്നെ പിന്തുണയ്ക്കുന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്ന് പിന്തുണ ലഭിക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. പക്ഷേ തനിക്കുള്ള പിന്തുണ മറ്റൊരാളെ ദ്രോഹിക്കുന്ന തരത്തിൽ, വേദനിപ്പിക്കുന്ന തരത്തിലാകരുത്. ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ രമേശ് നാരായണനെതിരെ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് അവസാനിപ്പിക്കണമെന്നുകൂടി ആസിഫ് അലി ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിന് പിന്നാലെ വീണ്ടും പ്രതികരണവുമായി രമേശ് നാരായണൻ രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. സാഹചര്യം മനസ്സിലാക്കി പ്രതികരിച്ച ആസിഫിന് നന്ദി എന്നുള്ളതായിരുന്നു രമേശ് നാരായണന്റെ പ്രതികരണം. ഇത് മാത്രമല്ല, പ്രതികരണത്തിലേക്ക് പോകാം. അലമീൻ ഇപ്പോൾ സൂചിപ്പിച്ച കാര്യം അത് രമേശ് നാരായണൻ പറഞ്ഞിട്ടുണ്ട്. രമേശ് നാരായണന്റെ വാക്കുകളിലേക്ക് നമുക്ക് നേരിട്ട് പോകാം. ഒരു കലാകാരൻ എന്ന നിലയിൽ സാഹചര്യം മനസ്സിലാക്കി പെരുമാറിയതിൽ ആസിഫ് അലിയോട് നന്ദി എന്നാണ് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ പ്രതികരിച്ചത്. ആസിഫിനെ രാവിലെ വിളിച്ചിരുന്നു. അപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ പെരുമാറിയതാണെന്ന് ആസിഫിനോട് പറഞ്ഞത് ആസിഫിന് മനസ്സിലായിട്ടുണ്ട്. വിഷയം ഒരിക്കലും വർഗീയതയായി മാറാൻ പാടില്ല എന്നും രമേശ് നാരായണൻ പറയുന്നു. എല്ലാവരും മനുഷ്യരാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പ്രതികരണം നടത്തിയത്. രമേശ് നാരായണന്റെ പ്രതികരണത്തിലേക്ക്. എനിക്ക് വളരെ നന്ദിയുണ്ട് ആസിഫിൻ്റെ അടുത്ത്. എൻ്റെ ആ സിറ്റുവേഷൻ മനസ്സിലാക്കി പ്രതികരിച്ചതിൽ ഒരു കലാകാരൻ്റെ മനസ്സിലാക്കി ഞാനും ആസിഫിനെ മനസ്സിലാക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട് ആസിഫ് ഭായി, വളരെ നന്ദി. ഞാനൊരു മെസ്സേജ് കൊടുത്തു ആസിഫിന്. അപ്പോൾ ഇന്ന് രാവിലെ ആസിഫ് എന്നെ വിളിച്ചു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അടുത്ത് തന്നെ മീറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു പോയി പറഞ്ഞ് ഞാനങ്ങനെ റിയാക്ട് ചെയ്തു പോയി, അത്രയേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു. അത് ആ സിറ്റുവേഷൻ ആസിഫ് വളരെ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കി. അതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതൊരിക്കലും ഒരു വർഗീയപരമായിട്ട് കലാശിക്കാൻ പാടില്ല. കാര്യം നമ്മളൊന്നും മനുഷ്യർ മാത്രമാണ്. ലെവൽ ക്രോസ് എന്ന സിനിമയുടെ പ്രചാരണ വേദിയിൽ അമല പോളും ഉണ്ടായിരുന്നു. സംഗീത സംവിധായകൻ രമേശ് നാരായണന്റെ മോശം പെരുമാറ്റത്തെ ആസിഫ് അലി കൈകാര്യം ചെയ്ത രീതിയിൽ അഭിമാനമുണ്ട് എന്നായിരുന്നു നടി അമല പോളിന്റെ പ്രതികരണം. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ആളാണ് ആസിഫ് അലി എന്നും അമല പോൾ ആസിഫിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു. ആ സ്നേഹ ആശ്ലേഷത്തിന് എന്തു ഭംഗി എന്ന് കേരളം പറയുന്നുണ്ട്. വി ആർ വിത്ത് യു ആസിഫ് എന്ന് പിന്നിൽ എഴുതി വെച്ചിട്ടുമുണ്ട് സെയിന്റ് ആൽബർട്ട്സിലെ കൊച്ചുമിടുക്കാർ. അങ്ങനെ ആ പ്രശ്നം അവിടെ തീരുന്നു.